ചാപ്റ്റർ 3 സെക്ഷൻ 1 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഐഗൻ വാല്യൂസ് ആൻഡ് ഐഗൻ വെക്ടേഴ്സ്. ഓക്കെ, the term eigenvector derived from the term eigen, which meaning own or peculiar to, characteristic or individual. These values are also called, നമുക്ക് ഐഗൻ വാല്യൂസ് എന്നുള്ളതിനെ വേറൊരു പേര് വിളിക്കാം, ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക് വെക്ടേഴ്സ്. ഓക്കെ, സോ നമുക്ക് എന്താണ് ഐഗൻ വാല്യൂ, എന്താണ് ഐഗൻ വെക്ടർ എന്ന് പറയണം. ഓക്കെ, ലെറ്റ് എ ബി എ n cross n matrix and x be an n cross n matrix, n cross 1 matrix column vector, then the product Ax is defined. നമുക്ക് എന്താ അറിയാം, ഒരു n cross n മെട്രിക്സിനെ ഒരു n cross 1 മെട്രിക്സ് കൊണ്ട് ചെയ്ത് എന്തുണ്ടാവും, ഓട്ടോമാറ്റിക് ഈ n പോയിട്ട് എന്തായി മാറും, ഒരു n cross 1 മെട്രിക്സ് തന്നെ കിട്ടും അല്ലേ. ഓക്കെ, ഇനി നമുക്കറിയേണ്ടത്, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ മെനി ആപ്ലിക്കേഷൻസ് ഡിറ്റർമൈൻ വെദർ ദർ എക്സിസ്റ്റ് എ നോൺ സീറോ കോളം വെക്ടർ എക്സ് സച്ച് ദാറ്റ് ദ പ്രൊഡക്റ്റ് എ എക്സ് ഇസ് എ കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ ഓഫ് എക്സ് ഇറ്റ് സെൽഫ്. എന്ന് വെച്ചാൽ എന്താ പറയണത്, അതായത് നമ്മളിവിടെ നോക്കുന്ന ഇതാണ്, എ എന്ന് പറഞ്ഞ മെട്രിക്സ് ഉണ്ടെങ്കിൽ എ എക്സ് ഈക്വൽ ടു ലാംഡ എക്സ് എന്ന് വരുന്ന രീതിയിൽ എക്സ് നോട്ട് ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ലാംഡ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നാണ് ചെക്ക് ചെയ്യണത്. അതായത് ഒരു എക്സ് എന്ന് പറഞ്ഞ വെക്ടറിനെ ഒരു എ മൾട്ടിപ്ലൈ ചെയ്യുന്നതും ഒരു ലാംഡ എന്ന് പറഞ്ഞാൽ ബിലോങ്സ് ടു റിയൽ നമ്പർ ആയിരിക്കും, ഒരു സ്കാലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതും എഫക്റ്റീവ്ലി സെയിം ആയി വരുന്ന സിറ്റുവേഷൻ അറൈസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടെ. ലാംഡയെ വിളിക്കുന്ന പേരാണ് ഐഗൻ ആയിട്ടുള്ള ഐഗൻ വെക്ടർ. ക്രോസ് ഡെഫിനിഷൻ എന്ന് പറയുന്നു, if n cross 1 matrix there is a non-zero vector x in Rn is called an eigenvector of A if Ax is a scalar multiple of x, that is Ax equal to lambda x എന്ന് എഴുതാൻ പറ്റുക for some lambda, scalar lambda, and the scalar is called eigenvalue of A or eigenvalue of Ta, and x is said to be the eigenvector corresponding to lambda. എന്താ പറഞ്ഞിട്ടുള്ളത്, എ എന്ന് പറഞ്ഞ മെട്രിക്സിനെ എക്സ് എന്ന് പറഞ്ഞ ഒരു നോൺ സീറോ വെക്ടറും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സം ലാംഡ ഇൻറ്റു എക്സ് വരുന്നുണ്ടെങ്കിൽ ആ ലാംഡയെ വിളിക്കുന്ന പേരാണെന്ത്, ഐഗൻ വാല്യൂ. ആ ഐഗൻ വാല്യൂവിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെക്ടറാണ് എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ഐഗൻ വെക്ടർ കറസ്പോണ്ടിങ് ടു ലാംഡ എന്ന് വിളിക്കും. ഓക്കെ, in general, the image of vector x under the multiplication by a square matrix differs from x in both magnitudes and direction. However, in this special case, x is an eigenvector of A. Multiplication by A leaves the direction unchanged. For example, in R2 and or R3, multiplication by A maps an eigenvector x of A along the same line through the origin as x, depending on the sign and magnitude of eigenvalue corresponding to x. സോ നമുക്കൊരു എക്സാമ്പിളോടെ നോക്കാം. എക്സ് ഈക്വൽ ടു 1,2 എടുത്തു. നമ്മളെന്താ പറയണത്, ദിസ് ഈസ് ആൻ ഐഗൻ വെക്ടർ, ദിസ് ഈസ് ആൻ വെക്ടർ കറസ്പോണ്ടിങ് ടു മെട്രിക്സ് 380 - 1 ആണെന്നാണ് പറയുന്നത്, വിത്ത് കറസ്പോണ്ടിങ് ടു ഐഗൻ വാല്യൂ 3. അപ്പോൾ എന്താ വേണ്ടത്, നമുക്ക് ഈ എ ഇൻറ്റു 1 കിട്ടണം, നമുക്ക് 3 ഇൻറ്റു 1,2 കിട്ടണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. 3 ഇൻറ്റു 0 8 - 1 1,2 എടുത്തു. എങ്ങനെ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുക, 3 ഇൻറ്റു 0 ഇൻറ്റു 1,2 എന്താ 3 വരും. 8 ഇൻറ്റു -1 ഇൻറ്റു 8 -1 തരും 8 - 2 6 ആയി മാറി. ദാറ്റ് ഈസ് 3 ഇൻറ്റു 1,2 എന്ന് എഴുതാൻ പറ്റും, ദാറ്റ് ഈസ് 3 ഇൻറ്റു എക്സ് എന്ന് എഴുതാൻ പറ്റും അല്ലേ. എന്തായിരുന്നു നമ്മുടെ ഡെഫിനിഷൻ, Ax ഈക്വൽ ടു 3x എന്ന് എഴുതാൻ പറ്റണം, അല്ലെങ്കിൽ ഇവിടെ ലാംഡ എക്സ് എന്ന് എഴുതാൻ പറ്റണം, വേർ എക്സ് നോട്ട് ഈക്വൽ ടു എന്തായിരിക്കണം, 0 ആയിരിക്കണം അല്ലേ. എന്തുകൊണ്ടാണ് എക്സ് നോട്ട് ഈക്വൽ ടു 0 എന്ന് പറയാൻ കാരണം, എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ, എക്സ് ഈക്വൽ ടു 0 സിറ്റുവേഷൻ ആണെങ്കിൽ എല്ലാ സമയത്തും സംഭവിക്കും, എ ഇൻറ്റു 0 എപ്പോഴും തന്നെയായിരിക്കും, ഏത് ലാംഡ എടുത്താലും ഇൻറ്റു 0 തന്നെയായിരിക്കും, എപ്പോഴും ഇത് ഹോൾഡ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എക്സ് എന്തെടുക്കാത്തത്, 0 എന്ന് പറഞ്ഞ വെക്ടർ എടുക്കാത്തത്. ഓക്കെ, എക്സ് നോൺ സീറോ വെക്ടർ ആയിട്ട് വരുന്ന രീതിയിൽ എക്സ് ഈക്വൽ ടു ലാംഡ എക്സ് വരുന്ന ലാംഡേനെ വിളിക്കുന്ന വാല്യൂ ആണ്, പേരാണ് ഐഗൻ വാല്യൂ.
എക്സിനെ വിളിക്കുന്ന പേരാണ് ദ ഐഗൻ വെക്റ്റർ കറസ്പോണ്ടിങ് ടു ദ ഐഗൻ വാല്യൂ ലാംഡ. ജോമെട്രിക്കലി എ ഹാസ് എ സ്ട്രെച്ച്. എന്താ നമ്മൾ ചെയ്തത്? എ എക്സ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എന്ന് പറഞ്ഞ ആൾ എക്സ് എന്ന് പറഞ്ഞ വെക്ടറിനെ ലാംഡ ടൈംസ് എന്ത് ചെയ്തു? സ്ട്രെച്ച് ചെയ്തു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഫാക്ടർ 3 ടൈംസ് എന്ത് ചെയ്തിട്ടുണ്ട്? സ്ട്രെച്ച് ചെയ്തിട്ടുണ്ടെന്നാണ് ജോമെട്രിക്കലി ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, കമ്പ്യൂട്ടേഷൻ ഓഫ് ഐഗൻ വാല്യൂസ്. അപ്പോൾ അടുത്ത ചോദ്യം, എങ്ങനെയാണ് നമ്മൾക്ക് ഐഗൻ വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റുക? എല്ലാ സമയത്തും ഇതുപോലെ എ എക്സ് ഇൻറ്റു ലാംഡ എക്സ് ചെയ്ത് നോക്കിയിട്ട് ഏത് എക്സിനെ സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് നിങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ എളുപ്പമല്ല. ഓക്കെ, അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഐഗൻ വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്കൊരു ഫോമുല വേണം. സോ നമ്മളിവിടെ പറയാൻ പോവുകയാണ്. എ എക്സ് ഈക്വൾ ടു ലാംഡ എക്സ് ക്യാൻ ബി ട്രാൻസ് എ എക്സ് ഈക്വൾ ടു ലാംഡ ഐ ഇൻറ്റു എക്സ് അല്ലേ? അതിനെങ്ങനെ എഴുതാം? ലാംഡ ഐ മൈനസ് എ ഇൻറ്റു എക്സ് ഈക്വൾ ടു 0 എന്ന് എഴുതി. അതായത് ഈ എക്സ് എന്ത് ചെയ്തു? ഈ സൈഡിലോട്ട് കൊണ്ടുവന്നു, അത്ര ചെയ്തിട്ടുള്ളൂ. ഈ ഇക്വേഷന് ഒരു നോൺ സീറോ സൊല്യൂഷൻ ഉണ്ടായാൽ, ഏതിനാണ്? ലാംഡ ഐ മൈനസ് എ ഇൻറ്റു എക്സ് ഈക്വൾ ടു 0ന് ഒരു നോൺ സീറോ സൊല്യൂഷൻ ഉണ്ടായാൽ എന്ത് സംഭവിക്കും? നോൺ സീറോ സൊല്യൂഷൻ ഉണ്ടാവുക എന്ന് പറഞ്ഞ അർത്ഥം എക്സ് നോട്ട് ഈക്വൾ ടു 0 വരുന്ന രീതിയിലുള്ള ആൾ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ എന്ത് പറയാം? ആ എക്സ് ഒരു ലാംഡയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ വെക്ടറാന്ന് പറയാൻ പറ്റും അല്ലേ? അപ്പോൾ ഈ ലാംഡ എങ്ങനെ കണ്ടുപിടിക്കുക? എപ്പോഴാണ് എ ഐ മൈനസ് എ ഇൻറ്റു എക്സ് ഈക്വൾ ടു 0ന് ഏത് സമയത്താണ് നോൺ സീറോ സൊല്യൂഷൻ ഉണ്ടാവുക? ആലോചിക്കുക. നമ്മൾ നേരത്തെയുള്ള സിസ്റ്റത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എ എക്സ് സിസ്റ്റത്തിന് എ എക്സ് ഈക്വൾ ടു 0 എന്ന് പറഞ്ഞ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ, ഓക്കെ, അതിൽ എ ഇൻവേഴ്സ് എങ്ങാനും എക്സിസ്റ്റ് ചെയ്താൽ എന്തുണ്ടാവും? എ ഇൻവേഴ്സ് ഇൻറ്റു എ എക്സ് ഈക്വൾ ടു എ ഇൻവേഴ്സ് ഇൻറ്റു 0 ഈക്വൾ ടു എന്ത് വരും? എക്സ് ഈക്വൾ ടു 0 ആയി വരും അല്ലേ? ദാറ്റ് മീൻസ് എ ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എ എക്സ് ഈക്വൾ ടു 0ൻ്റെ സൊല്യൂഷൻ എപ്പോഴും എന്താണ്? എക്സ് ഈക്വൾ ടു 0 ആയിരിക്കും. നമ്മൾക്ക് എന്താ വേണ്ടത്? എക്സ് നോട്ട് ഈക്വൾ ടു 0 ആയിട്ടുള്ള എ എക്സ് ഈക്വൾ ടു 0 സൊല്യൂഷൻ വേണം. അപ്പോൾ എയുടെ ഡിറ്റർമിനൻ്റ് എന്താവണം? ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യാൻ പാടില്ല. ദാറ്റ് ഈസ് ഡിറ്റർമിനൻ്റ് ഓഫ് എ ഈക്വൾ ടു എന്തായിരിക്കണം? 0 ആയിരിക്കണം. നമ്മളെന്താ പറഞ്ഞത്? എ എക്സ് ഈക്വൾ ടു 0 എന്ന് പറഞ്ഞ ആൾക്ക് എക്സ് നോട്ട് ഈക്വൾ ടു 0 ആയിട്ടുള്ള സൊല്യൂഷൻ ഉണ്ടാവണമെങ്കിൽ ഡിറ്റർമിനൻ്റ് ഓഫ് എ നോട്ട് ഈക്വൾ ടു 0 ആയിരിക്കണം. അത് നമുക്ക് മനസ്സിലായത്. ഇവിടെ എൻ ക്രോസ് എൻ മെട്രിക്സിനെ എടുക്കുന്നത്. എൻ ക്രോസ് എൻ മെട്രിക്സ് ആണ് എ എന്ന് പറയുന്നത്. എ എൻ ക്രോസ് എൻ മെട്രിക്സ് ആയതുകൊണ്ട് ഉറപ്പായിട്ടും അതിൻ്റെ എന്താണ്? ഡിറ്റർമിനൻ്റ് ഡിഫൈൻ ചെയ്യാൻ നമുക്ക് പറ്റും. അപ്പോൾ ഈ സിറ്റുവേഷനിൽ എന്താ ഉണ്ടാവുക? ഇവിടെ കിട്ടിയിട്ടുള്ള സിറ്റുവേഷനിൽ എന്താണുള്ളത്? ലാംഡ ഐ മൈനസ് എ ഇൻറ്റു എക്സ് ഈക്വൾ ടു 0നാണ് എന്ത് വേണ്ടത്? നോൺ സീറോ സൊല്യൂഷൻ ആയിട്ടുള്ള എക്സ് നോട്ട് ഈക്വൾ ടു 0 വരേണ്ടത്. അപ്പോൾ ആരുടെ ഡിറ്റർമിനൻ്റ് ഈക്വൾ ടു 0 വരിക? ലാംഡ ഐ മൈനസ് എയുടെ ഡിറ്റർമിനൻ്റ് ആണ് ഈക്വൾ ടു 0 വരിക. അതായത് ഏതൊക്കെ ലാംഡാസാണ് ഐഗൻ വാല്യൂ ആയി മാറുക? ലാംഡ ഐ മൈനസ് എ ഈക്വൾ ടു 0 കണ്ടുപിടിക്കുക. നമുക്ക് കിട്ടാൻ പോണത് ലാംഡ ഐ മൈനസ് എ എന്ന് പറയുന്നത് ഇസ് എ പോളിനോമിയൽ ഇൻ ലാംഡ ആയിരിക്കും. ആ ലാംഡയുടെ പോളിനോമിയലിൻ്റെ സൊല്യൂഷൻസ് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഐഗൻ വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റും. So, lambda be an eigenvalue of A, above equation must have a non-zero solution for x. We know that the equation 1 has a non-trivial solution if and only if the coefficient matrix lambda I minus A has a zero determinant. And explanation ആണ് ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞത്. Okay, if A is an n cross n matrix, then lambda is an eigenvalue of A if and only if it satisfies the equation determinant of lambda I minus A equal to 0. Okay, that is the equation is called the characteristic equation of A. എന്താണ് characteristic equation of A? Determinant of lambda I minus A equal to 0 ആണ് characteristic equation of A. എന്നുവെച്ചാൽ അങ്ങനെ വിളിക്കാനുള്ള കാരണം ലാംഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഗൻ വാല്യൂ എന്നും വിളിക്കാം, ക്യാരക്ടറിസ്റ്റിക് വാല്യൂ എന്നും വിളിക്കാം. ഓക്കെ, ആ എക്സിനെ ഐഗൻ വെക്ടർ എന്നും വിളിക്കാം, ക്യാരക്ടറിസ്റ്റിക് വെക്ടർ കറസ്പോണ്ടിങ് ടു ലാംഡ എന്നും വിളിക്കാം. ഓക്കെ, അതുകൊണ്ടാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഓഫ് എ എന്ന് പറയുന്നത്. കാരണം ക്യാരക്ടറിസ്റ്റിക് കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് ഈ ഡിറ്റർമിനന്റ് ഓഫ് ലാംഡ ഐ മൈനസ് എ. When the determinant lambda I minus a is expanded, the characteristic equation A takes of the form some lambda raised to n plus c1 lambda power n minus 1 etc. cn equal to 0 is a polynomial of degree n in lambda.
with the coefficient of lambda raised to n equal to 1. So the polynomial p of lambda equal to lambda raised to n c1 lambda raised to n minus 1 etc. cn is called the characteristic polynomial of A. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഡിഫൈൻ ചെയ്തു? വാട്ട് ഈസ് ആൻ ഐഗൻ വാല്യൂ? ax ഈക്വൽ ടു ലാംഡ എക്സ് വരുന്ന ആളിനെ ഐഗൻ വാല്യൂ വിളിക്കും, വേർ എക്സ് നോട്ട് ഈക്വൽ ടു 0 ആയിട്ടുള്ള ആൾ. ഈ ലാംഡേനെ ഒന്നുകിൽ ഐഗൻ വാല്യൂ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് വാല്യൂ എന്ന് വിളിക്കാം. എക്സിനെ ഐഗൻ വെക്ടർ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് വെക്ടർ എന്ന് വിളിക്കാം. അതെങ്ങനെ കണ്ടുപിടിക്കുക? നമ്മൾ എന്ത് ചെയ്താൽ മതി? i മൈനസ് എയുടെ ഡിറ്റർമിനൻറ്റ് എന്ത് ചെയ്യാം? ഈക്വൽ ടു 0 കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് എ പോളിനോമിയൽ ഇൻ ലാംഡ. ആ ഇക്വേഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഓഫ് എ. ഡിറ്റർമിനൻറ്റ് ഓഫ് ലാംഡ i മൈനസ് എ ഈക്വൽ ടു 0 എന്ന് വിളിക്കുന്ന പേരാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഓഫ് എ. ഓക്കെ. Since the polynomial of degree n has at most n roots, n ഡിഗ്രിയുള്ള പോളിനോമിയലിന് at most എത്ര റൂട്ട്സ് ഉണ്ടാവുക? n റൂട്ട്സ് ആണ് ഉണ്ടാവുക. So the characteristic equation of n cross n matrix A has at most n distinct solutions, and consequently the matrix has at most n distinct eigenvalues. Since some of the equations may not have be complex numbers, so it is possible for a matrix to have complex eigenvalues even if that matrix itself has real entries. അതായത് പറഞ്ഞ കാര്യം ഇതാണ്, തന്നിരിക്കുന്ന ഇക്വേഷന് ചിലപ്പോൾ എന്തുണ്ടാവാം? ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള n സീറോസ് ഉണ്ടാവാം. സോ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള n ഐഗൻ വെക്ടേഴ്സും ഉണ്ടാവും. ചിലപ്പോൾ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള സീറോസ് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ചില സമയത്ത് കോംപ്ലക്സ് സീറോസും ഉണ്ടാവും, എന്ത് കോംപ്ലക്സ് സൊല്യൂഷൻസും ഉണ്ടാവും. സോ ഒരു റിയൽ ആയിട്ടുള്ള മെട്രിക്സിനെ കറസ്പോണ്ടിങ് എന്തുണ്ടാവാം? കോംപ്ലക്സ് ആയിട്ടുള്ള ഐഗൻ വാല്യൂസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതാ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വരാൻ പോകുന്നത്. ഓക്കെ. നൗ നമ്മൾ കണ്ടുപിടിക്കാം, പ്രോബ്ലം ചെയ്യാം. ഫൈൻഡ് ദി ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ആൻഡ് ഐഗൻ വെക്ടർ ഓഫ് ദ മെട്രിക്സ്. ആരായിരിക്കണേ? എ ഈക്വൽ ടു -5 2 2 -2. ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്താ വരിക? ഡിറ്റർമിനൻറ്റ് ഓഫ് ലാംഡ i മൈനസ് എ ആണ്. ദാറ്റ് ഈസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ലാംഡ പ്ലസ് 5 ലാംഡ പ്ലസ് 2 -2 അല്ലേ? ലാംഡ i മൈനസ് എ എന്ന് പറഞ്ഞാൽ ലാംഡ i എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻറ്റ് മെട്രിക്സ് എങ്ങനെ ഇരിക്കുക? അതിൻ്റെ എവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ? അതിൻ്റെ ഡയഗണൽ എൻട്രീസിൽ മാത്രമേ ആരുണ്ടാവുള്ളൂ? ലാംഡ ഉണ്ടാവുള്ളൂ അല്ലേ? അതിൽ എന്ത് മൈനസ് ചെയ്യണം? എ മൈനസ് ചെയ്തത്. ഓക്കെ. ഇനി മൾട്ടിപ്ലൈ ചെയ്യുക. ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം ആൾറെഡി. സോ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കണം നമ്മൾ ഫോമിൽ പ്രകാരം. ഇത് ഇൻറ്റു ഇത് മൈനസ് ഇത് ഇൻറ്റു ഇത് അല്ലേ? ദാറ്റ് ഈസ് ലാംഡ പ്ലസ് 5 ഇൻറ്റു ലാംഡ പ്ലസ് 2 -4. ഒരു ഇക്വേഷൻ കിട്ടി. ആ ഇക്വേഷൻ എന്ത് ചെയ്യുക? ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. അതിനെന്ത് ചെയ്യുക? സോൾവ് ചെയ്യുക. സോ ദിസ് ഈസ് ഈക്വൽ ടു ലാംഡ പ്ലസ് 1 ഇൻറ്റു ലാംഡ 6 ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ദ സൊല്യൂഷൻ ഓഫ് എബോവ് ഇക്വേഷൻ ആർ ലാംഡ ഈക്വൽ ടു -1 ആൻഡ് ലാംഡ ഈക്വൽ ടു -6. സോ ദീസ് ആർ ദി ഐഗൻ വാല്യൂസ് ഓഫ് ദ മെട്രിക്സ് എ. നമ്മൾ ആദ്യം ഐഗൻ വാല്യൂസ് കണ്ടുപിടിക്കാൻ എങ്ങനെയാണെന്ന് നമുക്ക് പ്രോബ്ലം ചെയ്യണു. അതിന് ശേഷമായിരിക്കും ഐഗൻ വെക്ടേഴ്സ് കണ്ടുപിടിക്കാൻ പ്രോബ്ലംസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഫൈൻഡ് ദ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ആൻഡ് ഐഗൻ വെക്ടേഴ്സ് ഓഫ് ദ മെട്രിക്സ് എ ഈക്വൽ ടു 0 1 0 0 0 1 4 -17 8. എന്താ? ഒരു 3x3 മെട്രിക്സ് ആണ്. നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യുക. എന്താ ചെയ്യാൻ പോകുന്നത്? ഡിറ്റർമിനൻറ്റ് ഓഫ് ലാംഡ i മൈനസ് എ എടുത്തു. സോ നമുക്ക് മെട്രിക്സ് എടുത്തു. ലാംഡ -1 0 0 ലാംഡ -1 -4 17 ലാംഡ മൈനസ്. അപ്പോൾ ഇനി നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. നമ്മുടെ സാധാരണ ഡിറ്റർമിനൻറ്റ് എടുക്കാൻ ഫോർമുല ചെയ്യണം, കണ്ടുപിടിക്കുക. ഇവിടെ എന്ത് കിട്ടും? n ക്രോസ് n മെട്രിക്സ് ആയതുകൊണ്ട് 3x3 മെട്രിക്സ് ആയതുകൊണ്ട് എന്ത് കിട്ടും? 2 ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ അവിടെ കിട്ടുക ക്യൂബിക് ഇക്വേഷൻ ആയിരിക്കും കിട്ടുക. ആ ക്യൂബിക് ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യണം? സോൾവ് ചെയ്യണം. ഓക്കെ. നമുക്ക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധാരണ ബിഗിൻ ബൈ സെർച്ചിങ് ഫോർ ഇൻഡിജർ സൊല്യൂഷൻ. നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ ഒരു ക്യൂബിക് ഇക്വേഷൻ സാധാരണ സോൾവ് ചെയ്യുന്നതെല്ലാം എളുപ്പമാവണമെന്നില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് വാല്യൂസ് നമുക്ക് അറിയാവുന്ന ഒരു ടൈപ്പ് വാല്യൂസ് 0യോ 1ഓ 2ഓ -1 -2 അങ്ങനെ ചെറിയ വാല്യൂസ് ഇട്ട് നോക്കണം. ഓക്കെ ആവുന്നുണ്ടെങ്കിൽ അത് വെച്ച് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നു. ഓക്കെ. ഒരു സൊല്യൂഷൻ കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യുക? ഇപ്പോൾ എക്സ് ഈക്വൽ ടു ലാംഡ ഈക്വൽ ടു 4 സൊല്യൂഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ലാംഡ -4 അതിൻ്റെ ഒരു ഫാക്ടർ ആയിരിക്കും എന്നറിയാം. To solve this equation, we begin by searching for an integer solution. By trial, we get lambda equal to 4 is a solution. Okay. If possible integers of the factors of 4, that is, അതായത് ഇങ്ങനത്തെ ഇക്വേഷൻ ആണെങ്കിൽ ഇതിൻ്റെ പ്രത്യേകത ഇങ്ങനെയാണ് ചെയ്യുന്നത്. -4 ആണ് അതിൻ്റെ ലാസ്റ്റ് കോഎഫിഷ്യൻ്റ് വരുന്നത് അല്ലേ? സോ ഈ ഇക്വേഷന് ഒരു ഇൻറ്റിജർ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ആ ഇൻറ്റിജർ സൊല്യൂഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ലാസ്റ്റ് കോഎഫിഷ്യൻ്റായ -4 എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്തിരിക്കും. ഓക്കെ. ദാറ്റ് ഈസ് ഇതിൻ്റെ ഇൻറ്റിജർ പോസിബിലിറ്റി ഓഫ് സൊല്യൂഷൻസ് എന്ന് പറയുന്നത് +or -1 +or -2 +or -4 ആണ്. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ള കാര്യം. ഓക്കെ. ഒരു ഇക്വേഷൻ ഇങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇൻറ്റിജർ സൊല്യൂഷൻ്റെ പോസിബിലിറ്റിയെ കുറിച്ച് മാത്രമേ പറയാൻ പറ്റുള്ളൂ. റാഷണൽ നമ്പേഴ്സിൻ്റെ ഒന്നും പറയാൻ പറ്റില്ല. ഇൻറ്റിജർ നമ്പേഴ്സിൻ്റെ പോസിബിലിറ്റി എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? അതിൻ്റെ ലാസ്റ്റ് കോൺസ്റ്റൻറ്റ് ടേമിന് നോക്കിയിട്ട് ആ കോൺസ്റ്റൻറ്റ് ടേമിനെ ഡിവൈഡ് ചെയ്യുന്ന നമ്പേഴ്സ് എടുക്കുക. ഓക്കെ.
So here we get lambda minus 4 is a factor. Lambda minus 4 factor ആവാൻ കാരണം എന്താ? lambda equal to 4 സൊല്യൂഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ lambda minus 4 എന്തായി മാറും? ഫാക്ടറായി മാറും. lambda minus 4 ഫാക്ടറായി നമ്മൾ എന്ത് ചെയ്യും? തന്നിരിക്കുന്ന പോളിനോമിയലിനെ lambda minus 4 വെച്ച് എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. ഓക്കെ, സോ ഡിവൈഡ് ചെയ്താൽ ഈ രൂപത്തിൽ കിട്ടും. ഒരു ലീനിയർ ഇക്വേഷൻ ഇൻറ്റു ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ ഫോമിലെ -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac വെച്ച് ചെയ്തിട്ട് ഉത്തരം കണ്ടുപിടിക്കുന്നു. സോ ലാംഡയുടെ വാല്യൂസ് നമുക്ക് കിട്ടും. ഓക്കെ, സോ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട് നമ്മൾ. അതുപോലെ തന്നെ ഐഗൻ വാല്യൂസും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ.